എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ എക്സാം വന്നിട്ടുണ്ടേ. അപ്പൊ ഞാനിത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല, ഒന്നും കിട്ടണില്ല. അങ്ങനെ ഞാനിരുന്ന് ഫുള്ള് ക്വസ്റ്റ്യൻ തന്നെ എഴുതി. അങ്ങനെ ഒരു എന്റെ ബാക്കിൽ ഇരിക്കുന്ന ഫ്രണ്ട് ഉണ്ട്, അവനും ഇതിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പേപ്പർ ഇങ്ങനെ എഴുതി ഒരു ലൈൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ ഇവിടെ എഴുതും. അങ്ങനെ ഒരു 20 പേപ്പർ എനിക്ക് മേടിച്ചു. അപ്പൊ എല്ലാവരും എന്നെ നോക്കണുണ്ട്, ഇത് എന്താ സംഭവം. അപ്പൊ ആ സാറാണെങ്കിൽ ഇത് വായിച്ചിട്ട് എന്തായാലും പൊട്ടെന്ന് പറഞ്ഞിട്ട് തരും. പക്ഷെ നമ്മുടെ HOD എന്ന് അവിടുത്തെ ഡോണാ. എല്ലാരും കണ്ടാ മുട്ടിടിക്കും. ഞാൻ ആളെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതിൽ കൂടെ കൂടല. കാരണം അങ്ങനെ എന്തുണ്ടാച്ചാല് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സാറ് പേപ്പർ തരാണെങ്കിൽ അത് തന്നിട്ട് ആളുടെ പൊടി എന്നടാ പണി വെച്ചെടുക്കാന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ പഠിച്ചു. HOD കയ്യിൽ നിന്നാണ് ഈ പേപ്പർ കിട്ടിയത്. ആള് നേരെ ക്ലാസ്സിൽ വന്നിട്ട് റോൾ നമ്പർ 5 and 6 എന്ന് പറഞ്ഞു. ആണല്ലോ അപ്പൊ മറ്റവനാണെങ്കിൽ ഞാൻ പേപ്പർ മേടിക്കണ കണ്ടിട്ട് അവനും അതേപോലെ മേടിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അവനാണെങ്കിൽ ബ്ലാങ്ക് ആക്കി വെച്ചിരിക്കുക, അവൻ ആബ്സെന്റ് ആണ്. എന്നെ വിളിച്ചിങ്കളാ ഇത് വായിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വായിച്ച് തിരിഞ്ഞപ്പോ കിട്ടിയ തമിഴ്നാട്ടിൽ നല്ല അടിക്കും സാറുമാര്, ഇവിടത്തെ പോലെയല്ല. അപ്പൊ ഇത് മേടിച്ച് അതായത് ഇതെന്താ സംഭവം, ഇതെന്താ നീ എഴുതി വെച്ചിട്ടില്ല, ഇതാണോ നീ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എഴുതാ? അന്നത്തെ സമയത്ത് ഒന്നും അറിയില്ല. 20 പേജ് നീ എഴുതിണ്ട്, അതെന്താ നീ സംഭവം എന്ന് പറഞ്ഞിട്ട് പോയാ മതി. നല്ല അടി, കിളിയൊക്കെ പോയിടും. എവിടൊക്കെ അടി കിട്ടിയത്? മുഖത്ത്. അവിടെ അടിക്കും. അവിടെ അങ്ങനെയൊക്കെയാണോ അവിടെ അന്നത്തെ സമയത്ത്? ഇപ്പോഴെനിക്കറിയില്ല. ഞാൻ അന്നത്തെ സമയം എന്ന് പറയുമ്പോ ഇപ്പോഴുണ്ടാവും, അവിടെ അങ്ങനെയാണ്. പിന്നെ അവിടെ അറ്റൻഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പുറത്താക്കും, ബാഗ് കൊടുത്ത് ഒറ്റേറാ. അപ്പൊ അറ്റൻഡൻസിൽ അത് ജയിക്കണം തന്നെ നമ്മള്. അപ്പൊ ഓടിപ്പോയി നിൽക്കണം. അപ്പൊ ഈ പേപ്പറിന്റെ സീൻ അങ്ങനെ അത് HOD പിടിച്ച ആ സംഭവം ക്ലാസ് മൊത്തം അറിഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് അടി കിട്ടിയതും കണ്ടു. ക്ലാസ് ഫ്രണ്ട് വെച്ചാൽ ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുമ്പോ. അപ്പൊ അല്ല, ആ സമയം എന്ന് പറയുമ്പോൾ 2014 അല്ല, ആ സമയം ആക്ച്വലി ആഡ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാരെ അറിയാ. അന്ന് ആഡ്സ് ഒന്നും ഇല്ല. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അതായത് അന്ന് ഞാൻ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താ. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ 70 പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ ഫോട്ടോ ഇട്ടിട്ട് ക്ലാസ്സിൽ പോകുമ്പോ ഈ പറഞ്ഞ 70 പേരുടെ ഫോം മേടിച്ച് ഞാൻ തന്നെ ലൈക്ക് അടിക്കും. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോ 70 ലൈക്കായി. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കും, 70 ലൈക്കായാലും ഇതെന്താ ഈ ഫോട്ടോക്ക് എന്താ 70 ലൈക്ക്, എന്നാ പിന്നെ ഞാനും ഇടാന്ന് പറഞ്ഞിട്ട് അവർ ലൈക്ക് അടിക്കും. അങ്ങനെയാണ് അത് കൂടി 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 വന്നു. ഓ, കള്ളത്തരം ചെയ്തെന്നൊക്കെ. അടിപൊളി. അതൊരു കള്ളത്തരം. അത് ഇപ്പോഴാണ് അറിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ആണ്.